എൻ്റെ എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും ഇന്നത്തെ കഥയിലേക്ക് നല്ലൊരു സ്വാഗതം. കഥ തുടങ്ങാം. എൻ്റെ പേര് നന്ദന. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 5 വർഷമായി. ബിജു എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ പേര്. ഭർത്താവിന് തെങ്ങുകയറ്റമാണ് ജോലി. പിന്നെ 3 വയസ്സുള്ള ഒരു മോളുമുണ്ട്. 1 മാസം മുമ്പാണ് ഞങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടായത്. ചേട്ടൻ ഒരു തെങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു. നട്ടെല്ലിന് ചെറിയ ക്ഷതം സംഭവിച്ചു. 6 മാസം റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞാനാണെങ്കിൽ ഒരു തുണിക്കടയിൽ ജോലിക്ക് പോയിരുന്നു. അവിടുത്തെ മുതലാളിയോട് കുറച്ച് കാശ് ചോദിക്കാൻ പോയപ്പോഴുണ്ടായ സംഭവബഹുലമായ കഥയാണ് ഞാൻ പറയുന്നത്. ചേട്ടാ, എന്താ നന്ദനെ? ഞാൻ സുരേഷ് സാറിനോട് കുറച്ച് കാശ് ചോദിക്കട്ടെ? ബാങ്ക് ലോണും ഏട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ചെലവും എല്ലാം കൂടി എന്റെ ശമ്പളം കൊണ്ട് മാത്രം നടക്കില്ല ഏട്ടാ. ആ, തരുവോ? നീ ചോദിച്ചു നോക്ക്. കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഒരു 6 മാസത്തിൽ ഉള്ളിൽ നമുക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറ. അതിന് അവൾ സമ്മതം പറഞ്ഞ് ഫോൺ എടുത്ത് സുരേഷ് സാറിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ചേട്ടാ, ഞാൻ സുരേഷ് സാറിനെ വിളിച്ചിരുന്നു. ഇന്ന് നേരിട്ട് ടെക്സ്റ്റൈൽസിൽ ചെല്ലാൻ പറഞ്ഞു. ഞാനിന്ന് പോയിച്ചു വരട്ടെ? ആ, നീ പോയിട്ട് വാ. ഞാനൊരു 9 മണിയായപ്പോഴേക്കും വീട്ടിൽ നിന്നിറങ്ങി. മോളെ ബിജു ചേട്ടന്റെ വീട്ടിൽ കൊണ്ടുപോയാക്കി. അവിടെ ആവുമ്പം കുഴപ്പമില്ല. ചേട്ടന്റെ പിള്ളേരുടെ ഒപ്പം കളിച്ച് നടന്നോളും. ചേട്ടന് ഭക്ഷണവും മരുന്നും കൊടുത്താണ് ഞാൻ ഇറങ്ങിയത്. അമ്മ ഒരു 10 മണിയാവുമ്പോഴേക്കും വരും. പിന്നെ അമ്മ നോക്കിക്കോളും ചേട്ടനെ. ഒരു ഓട്ടോ വിളിച്ച് ഞാൻ നേരെ കടയുടെ മുന്നിലെത്തി. അകത്ത് കയറിയതും പരിചയക്കാരോടെല്ലാം ഒന്ന് ചിരിച്ചു കാണിച്ച് ഞാൻ നേരെ സുരേഷ് സാറിന്റെ റൂമിലേക്ക് നടന്നു. ഒരു 19 വയസ്സ് പ്രായമുള്ള ആളാണ് സുരേഷ് സാർ. എന്നെ കണ്ടതും സാർ അകത്തേക്ക് വിളിച്ചു. സാറിന്റെ മുന്നിലുള്ള കസേരയിലേക്ക് ചൂണ്ടി പറഞ്ഞു, ആ ഇരിക്കും നന്ദനെ. ഞാൻ കസേരയിലിരുന്നു. നന്ദനയുടെ ഭർത്താവിന്റെ കാര്യമെല്ലാം അറിഞ്ഞു ഞാൻ. ഇപ്പോ എങ്ങനെയുണ്ട് ആൾക്ക്? മുഖത്തിരിക്കുന്ന കണ്ണട ഒന്ന് നേരെ വെച്ച് സുരേഷ് സാർ ചോദിച്ചു. 6 മാസം ഫുൾ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സാർ. പിന്നെ കിട്ടിയ കാശ് മുഴുവൻ എല്ലാം തീർന്നു. അതാ ഞാൻ സാറിനെ നോക്കി പകുതിയിൽ നിർത്തിയ വാക്കുകൾക്ക് സാർ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കഴിഞ്ഞ മാസം ഒരു 10,000 രൂപ വാങ്ങിയത് മറന്നോ നന്ദന? അപ്പോഴാണ് ഞാനത് ഓർത്തത്. ചേട്ടൻ അറിയില്ല, എന്റെ വീട്ടിലെ ഒരു ആവശ്യത്തിന് വാങ്ങിയതാണ്. എന്റെ സാലറിയിൽ നിന്ന് കുറച്ച് പിടിക്കാം എന്ന ധാരണയിൽ. സാർ, അത് അല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ നന്ദന. കാശൊക്കെ ഞാൻ തരാം. പക്ഷേ ഞാനൊരു ബിസിനസ്സുകാരനാണ്. ലാഭമില്ലാത്ത പണിക്ക് ഞാൻ നിൽക്കില്ലെന്നറിയാമല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ സാറിനെ നോക്കിയപ്പോ ആ മീശത്തുമ്പ് ഒന്ന് കടിച്ചു പിടിച്ച് സാർ പറഞ്ഞു, നന്ദനെ, ഞാൻ വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. ഇന്നൊരു ദിവസം എന്നെ സന്തോഷിപ്പിച്ചാൽ എത്ര കാശ് വേണമെങ്കിലും ഞാൻ തരാം. ഒപ്പം നന്ദനയ്ക്ക് വേണമെങ്കിൽ മാനേജർ പോസ്റ്റിലേക്ക് ഒരു സ്ഥാനക്കയറ്റവും തരാം. സാർ ഉദ്ദേശിച്ചത് അത് തന്നെ. ഇന്നൊരു ദിവസത്തേക്ക് എനിക്ക് തരണമെന്ന്. സാറിന്റെ വാക്കുകൾ കേട്ട എന്റെ തലയിൽ ഒരു ഇടിമുഴക്കം വന്നു. എന്റെ ചേട്ടനെ മറന്ന് ഒരു അന്യ പുരുഷന്റെ ഒപ്പം ആ മുഖത്ത് നോക്കി ഒരു അടി കൊടുക്കാൻ വേണ്ടി തരിച്ച കൈകളെ ഞാൻ അടക്കി വെച്ച് ഒന്ന് ചിന്തിച്ചു. കിടന്ന കിടപ്പിൽ കിടക്കുന്ന ഏട്ടന്റെ മുഖം മനസ്സിൽ വന്നതും വേറെ വഴിയില്ലാതെ ഞാൻ സമ്മതം പറഞ്ഞു. കാരണം ലോണും മറ്റുമായി നല്ലൊരു തുക എനിക്ക് വേണമായിരുന്നു മാസം തോറും. നന്ദനയ്ക്ക് ഓക്കെ ആണെങ്കിൽ പുറത്തെന്റെ കാറ് കിടപ്പുണ്ട്, അതിൽ കയറിയിരുന്നു. ഞാൻ ഇപ്പം ഉടനെ തന്നെ എത്താം. ഒരു വഷളം ചിരിയോടെ സുരേഷ് സാർ പറഞ്ഞതും ഞാൻ പുറത്തേക്ക് പതുക്കെ നടന്നു, മനസ്സിൽ എന്റെ ചേട്ടനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട്. സാറിന്റെ കാർ അവിടെ കിടപ്പുണ്ടായിരുന്നു. കാറിന്റെ അടുത്തെത്തിയ ഞാൻ നേരെ വണ്ടിയിൽ കയറിയിരുന്നു. കയ്യിൽ ഒരു കവറുമായി വന്ന സാർ ആ കവർ എന്നെ ഏൽപ്പിച്ചു. ആ നഗരത്തിന്റെ തിരക്കിലൂടെ അതിവേഗത്തിൽ കാർ പാഞ്ഞു. എന്നിലെ പെണ്ണിനെ അടുത്തെറിയാൻ വേണ്ടിയുള്ള തിടുക്കം കാറിന്റെ വേഗത വീണ്ടും വീണ്ടും കൂട്ടി സാർ. നഗരത്തിന്റെ തിരക്കിൽ നിന്നും വിട്ട് പാടത്തിന്റെ അടുത്തുള്ള ഒരു വീടിന്റെ മുറ്റത്ത് എന്ന് ആ കാർ നിന്നു. 2 നിലകളിൽ വളരെ ഭംഗിയോടെ പണിത ആ വീടിന്റെ മുന്നിൽ ഒരു കുളമുണ്ട്. നന്ദനെ, ഇറങ്ങ്, ഇതെന്റെ വീടാണ്. ആരും ഒന്നും അറിയില്ല. നീ എന്തിനാ പേടിക്കുന്നത്? ഒരു കാരണവശാലും നീ പേടിക്കണ്ട. മിഴിച്ചു നോക്കിയിരിക്കുന്ന എന്നെ കണ്ടിട്ടാവണം സാർ അത് പറഞ്ഞത്. കാറിന്റെ ഡോർ തുറന്ന് ആ മുറ്റത്ത് കാൽ വെച്ചതും എന്റെ ഫോൺ റിങ് ചെയ്തു. ഞാൻ നോക്കിയപ്പോൾ ചേട്ടന്റെ കോളായിരുന്നു.
ഞാൻ വിറയ്ക്കുന്ന കരങ്ങളോടെയാണ് ആ കോൾ അറ്റൻഡ് ചെയ്തത്. ഹലോ, നീ എവിടാ? സുരേഷ് സാർ എന്തു പറഞ്ഞു? സാറ് സാറ് വരാൻ കുറച്ചു നേരമാകും. എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. മനസ്സിൽ അലമുറയിട്ട് കരഞ്ഞ് ഞാൻ അത് പറഞ്ഞപ്പോൾ ഏട്ടൻ ഒരു മൂളലോടെ ഫോൺ വെച്ചു. ഞാൻ നേരെ നോക്കിയപ്പോൾ എന്നെ കാത്തെന്നോണം സുരേഷ് സാർ നിൽക്കുന്നു. സാറിനൊപ്പം ആ വീടിന്റെ പടികൾ കയറിയപ്പോൾ മനസ്സിൽ വന്നത് നിലവിളക്കം കയ്യിൽ പിടിച്ച് കഴുത്തിൽ താലിയും നെറ്റിയിൽ സിന്ദൂരവും ഇട്ട് ഏട്ടനോടൊപ്പം ഏട്ടന്റെ വീട്ടിലേക്ക് കയറിയ ആ ദിവസമാണ്. എന്റെ മനസ്സിനെ കടലാക്കി മാറ്റി ഞാൻ ആ വീട്ടിലേക്ക് കയറി. നന്ദനെ, ഇങ്ങോട്ട് വന്നേ. സാറിന്റെ ആ വിളിയിൽ ഞെട്ടിയ ഞാൻ മുന്നിലേക്ക് നോക്കിയപ്പോ മദ്യക്കുപ്പി കയ്യിൽ പിടിച്ച് നിൽക്കുന്ന സുരേഷ് സാറിനെയാണ് കണ്ടത്. സുരേഷ് സാറിന്റെ ആവശ്യപ്രകാരം അതിൽ നിന്ന് സ്വല്പം മദ്യം കഴിക്കുമ്പോഴും എന്റെ ചിന്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, ചേട്ടനെ മറക്കണം, കുറച്ചു നേരത്തേക്കെങ്കിലും. 2-3 പെഗ് കഴിച്ചപ്പോഴേക്കും എന്നിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരുന്നു. ആ നന്ദനെ, ദാണ്ട ആ മുറിയിൽ നിനക്കുള്ള ഡ്രസ്സ് ഇരിപ്പുണ്ട്, പോയി അതെടുത്തിട്ടോണ്ട് വാ. ദാണ്ട ആ മുറിയിലുണ്ട്. പിന്നെ അതിടുമ്പോൾ ബാക്കി ഉള്ളിലുള്ളതൊക്കെ അങ്ങ് ഒഴിവാക്കിയേരെ, കേട്ടോ? മറുത്തൊന്നും പറയാതെ ഞാൻ ആ കവറുമായി ഒരു മുറിയിൽ കയറി. സാറ് തന്ന ഡ്രസ്സ് ഇട്ടു. എന്റെ മുട്ടിന് മുകളിൽ മാത്രമേ ഇറക്കമുണ്ടായിരുന്നുള്ളൂ ആ ഡ്രസ്സിന്. ചുവപ്പ് നിറത്തിലുള്ള ആ വസ്ത്രം ധരിച്ച് കണ്ണാടിയിൽ നോക്കിയ ഞാൻ തന്നെ എന്നെ കണ്ട് കോരിത്തെരിച്ചുപോയി. മദ്യത്തിന്റെ വീര്യം എന്നെ പകുതിയും കീഴടക്കി. എന്നെ വില കൊടുത്ത് ഇന്ന് ഒരു ദിവസത്തേക്ക് വാങ്ങിയ സാറിനെ സ്വർഗം കാട്ടാൻ ഞാൻ മെല്ലെ പുറത്തേക്കിറങ്ങി. പോകുമ്പോൾ ഉള്ളിലൊന്നും ഇടാത്ത കാരണം ഞാൻ നടക്കുമ്പോൾ എല്ലാം ചെറുതായി തുള്ളി തുളുമ്പുന്നുണ്ട്. ഞാൻ എൻ്റെ ചേട്ടനെ മറന്ന് ഞാൻ വേറെ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. ഞാൻ വേറെ ഒരു ലോകത്തേക്ക് പോകുന്നത് പോലെ എനിക്ക് തോന്നി. റൂമിൽ കയറിയതും സാർ ആക്രാന്തം പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. പതിയെ പതിയെ ഞാനും അത് ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. സുഖത്തിന്റെ അളവ് കാരണം ഞാൻ പതിയെ സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങി. ഞാൻ സർവ്വതും മറന്നു. താനൊരു ഭാര്യയും അമ്മയുമാണെന്ന കാര്യം പോലും ഞാൻ മറന്നുപോയിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 2 മണിക്കൂർ നീണ്ട കോലാഹലം അവസാനിച്ചപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഒരു നാണം എന്നിൽ ഉടലെടുത്തു. ഒപ്പം വല്ലാത്ത ഒരു സങ്കടവും. എന്റെ ഏട്ടനെ ചതിച്ചതിലുള്ള ആ സങ്കടം. കുളിച്ചു വസ്ത്രം മാറി വന്ന അവളുടെ നേർക്ക് അയാൾ കുറച്ച് നോട്ടുകെട്ടുകൾ നീട്ടി. കൊള്ളാം, നീ നന്നായി എന്നെ സന്തോഷിപ്പിച്ചു. തിരിച്ച് ഞാൻ എന്തെങ്കിലും തരണ്ടേ നിനക്ക്? ഇന്നാ, ഇത് 1,00,000 രൂപയുണ്ട്. നിന്റെ കാര്യങ്ങൾ നടക്കട്ടെ. ഇനിയും വേണമെങ്കിൽ നീ സന്തോഷപൂർവ്വം ധൈര്യപൂർവ്വം എന്നോട് ചോദിച്ചാൽ മതി. ഇതുപോലെ നമുക്ക് ഒന്നുകൂടി കൂടാം. അവൾ ആ നോട്ടുകെട്ടിലേക്കൊന്ന് നോക്കി. എന്നിട്ടൊരു പുഞ്ചിരിയോടുകൂടി അവൾ അത് വാങ്ങി. സാറിന് സന്തോഷമായി, അവൾക്കും അതിലേറെ സന്തോഷമായി.